തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കൂട്ടം RSS പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. നിനക്ക് RSSന്റെ ഗുണം അറിയണോ? RSSന്റെ ഗുണം അറിയണോ? ഞാനേ ഒരു കാര്യമുണ്ട്. RSSന്റെ ഗുണം അറിയണമെന്ന് എനിക്കറിയില്ല. ഇനി ഒരു കാര്യമുണ്ട്. പക്ഷേ ചെയ്യാവുന്ന ഒരു മെമ്പറും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നത്. നിനക്ക് RSSന്റെ ഗുണം അറിയണോ? ഇതിപ്പം അറിയണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അറിയണോ? നിനക്ക് അറിയണോ വേണ്ടിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ കാര്യമൊന്നും പറയണ്ട. നിന്നോട് ചോദിക്കുന്നേ ഒരു കാര്യം, നിനക്ക് RSSന്റെ ഗുണം അറിയണോ? ഇപ്പൊ RS വെച്ച് വെട്ടാനോ? ഞാൻ ചോദിച്ചത് നിനക്ക് ഗുണം അറിയണം. ഞാൻ RSമായിട്ട് യാതൊരു ബന്ധമില്ലോ. നിങ്ങളുടെ മെമ്പർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ. ഞാന് പക്ക RSSകാരനാ. ഞാന് പണിയുന്നവനാ. പണി ഇഷ്ടം പോലെ പണിഞ്ഞിട്ടുള്ളവനാ. നിനക്ക് പണി വേണോ വേണ്ടിയോ? അങ്ങനെ പണിയാനോ? ഞാൻ പണിഞ്ഞിട്ടുള്ളവനാ. നന്നായി പണിഞ്ഞിട്ടുള്ളവനാ. ഞാന് ആളിനെ വിടണോ വേണ്ടിയോ? ശരി, ഒരു കാര്യം, നിങ്ങൾ ആളെ വിട്ട് എന്നെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്റെ വീട്ടിലെ മുമ്പിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞേ. ഞാൻ ടീമിനെ വിടണോ വേണ്ടിയോ? വെട്ടിക്കൊല്ലു, അത്രല്ലേ? എടാ, ഞാൻ നിന്നെ കൊല്ലത്തൊന്നുമില്ല. നിന്നെ എഴയിപ്പിച്ച് നീ അവിടുന്ന് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ, മര്യാദക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പണ്ട് ഞാൻ ടീമിനെ വിട്ടതാ. പണ്ട് വിക്രമന്റെ വീട്ടിൽ കയറി നീ പണിയാൻ പോയപ്പം ഞാൻ ടീമിനെ വിട്ടിട്ട് എന്റെ കാല് പിടിച്ചതാ. എന്നിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിയാ, അറിയോ? വിക്രമന്റെ വീട്ടിൽ നീ പണിയാൻ പോയപ്പം ഞാൻ ടീമിനെ വിട്ടിട്ട് നിന്നെ ഞാൻ പണിയാൻ പോയെന്ന് നിങ്ങൾ അറിഞ്ഞു? എടാ, എനിക്ക് അതൊന്നും അറിയണ്ട. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റാം. തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കൂട്ടം RSS പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. എന്നാൽ എന്ന് വെച്ചാൽ നമ്മൾ AC വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരു പൈപ്പിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. അവർ വരുമെങ്കിൽ നമ്മൾ മാറി നിന്ന് കൊടുക്കണം. ഈ 2 ആമക്കളും അവരെ കാണുമ്പോൾ മുണ്ടകത്തിടണം. അതൊക്കെയാണ് അവർ അല്ലെങ്കിൽ പറയാം അഹങ്കാരികളെന്ന് പറയും. അങ്ങനെ ഈ AC വിഭാഗത്തിലുള്ള എല്ലാ ജാതിക്കാരെയും എല്ലാ ആൺകുട്ടികളെയും ഇവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു